നല്ല സിനിമയാണ്. വളരെ എന്താ പറയുക, ഇതിൻ്റെ ആ പശ്ചാത്തലം തന്നെയാണ് ഇതിൻ്റെ പുതുമ എന്ന് പറയുന്നത്. ആസിഫിൻ്റെ പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ്, അനശ്വര, പിന്നെ മമ്മൂക്കയുടെ ഒരു പങ്കാളിത്തം ഭയങ്കരമാണ് ഈ സിനിമയിൽ. അത് വളരെ നന്നായിട്ടുണ്ട്. മമ്മൂക്ക അങ്ങനെ സഹകരിച്ചിട്ടില്ലെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. മമ്മൂക്കയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ജോഫിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. ജോഫിൻ്റെ വളർച്ചയിലും സന്തോഷം. വളരെ എന്താ പറയുക, ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. ഇമോഷണലാണ്. മമ്മൂക്കയുടെ പ്രസൻസ് ആണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതാണ് മമ്മൂക്കയുടെ പ്രസൻസ് തന്നെയാണ് അതിനകത്ത് ഒരു പ്രത്യേകത, എടുത്തു പറയേണ്ട പ്രത്യേകത. നല്ല സിനിമ, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. ആ സിനിമ കാണുക ഒരുപാട് പേർക്ക് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് കണക്ട് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സിനിമ പ്രേമികൾക്കും സിനിമ ആരാധകർക്കും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അതെ, ഒരു ബ്ലെസ്സിങ് ത്രൂഔട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴത് അദ്ദേഹത്തിൻ്റെ അതെല്ലാം സംഭവിച്ചത്. എല്ലാവരും വരിക തിയേറ്ററിലേക്ക്. ഇതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. സിനിമ അതിൻ്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വന്ന് കാണും. എനിക്ക് പറയുന്നതിന് കുറേ പരിധികളുണ്ട്. പക്ഷേ സിനിമ നല്ല സിനിമയാണ്. വരിക, കാണുക, ആസ്വദിക്കുക. ഡയറക്ടറാണ്. പിന്നെ കഥ, എന്താ കഥ! കാരണം 2025 മലയാള സിനിമയെ 2025 നെറുകയിൽ കയറ്റിയിരിക്കുന്നു. ജോബിൻ ചാക്കോ സൂപ്പർ. എന്താ ഡയറക്ഷൻ, നല്ല മ്യൂസിക്, പിന്നെ പറയേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അഭിനയിച്ച കാസ്റ്റിംഗ് ഒക്കെ അടിപൊളി. പിന്നെ പഴയ കാലഘട്ടമാണെങ്കിലും അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ സൂപ്പർ. ഒന്നും പറയാനില്ല. കാരണം മലയാള സിനിമയെ നെറുകയിൽ വീണ്ടും എത്തിച്ചു. നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും മലയാള സിനിമ കുതിച്ചു ഉയരുന്നതാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഒരു സിനിമ. അതിൽ ജോബിൻ ചാക്കോയ്ക്കും ഇതിൻ്റെ തിരക്കഥ സൂപ്പർ. ഒന്നും പറയാനില്ല. കാരണം ഇനി എന്താ അത്രയ്ക്കും നമ്മൾ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തി രേഖ എന്ന ആ ഒരു അന്വേഷണം പര്യവസാനിപ്പിച്ചത് സൂപ്പറായിട്ട്. ക്ലൈമാക്സ് അടിപൊളി. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. ഇതുപോലത്തെ ഒരു ചിത്രം മലയാള സിനിമ കിടിയില്ല. എല്ലാവരും വന്ന് കാണുക. നല്ലൊരു ചിത്രം. രേഖാചിത്രം ഞാൻ കണ്ടു. എനിക്ക് ആദ്യം സംശയിച്ചാണ് ഞാൻ വന്നത്. കാരണം നമ്മുടെ പഴയ ഒരു സുരേഷ് ഏട്ടൻ്റെ FIR പോലത്തെ ഒരു സിനിമയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ സിനിമയല്ല. ഇതിൽ പറഞ്ഞു പോകുന്ന രീതി ഫസ്റ്റ് ഹാഫിന് കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിയുമ്പോൾ പടം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിന് ലാഗിൻ്റെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റാന്വേഷണ കഥയായതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില വഴികളിലേക്ക് പോകുമ്പോൾ കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പടം നല്ല സിനിമയാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആസിഫ് അലി, അനശ്വര രാജൻ, ജഗദീഷ് സിദ്ദീഖ്, മനോജ് കെ ജയൻ, ഇന്ദ്രൻ ചേട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയവരെല്ലാം നല്ല മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. സിനിമ എന്തായാലും ഒരു ത്രില്ലിംഗ് മൂവിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക AI സാങ്കേതിക വിദ്യയിൽ മമ്മൂക്കയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട്. നമ്മൾ 90s കൊണ്ടുപോകുന്നുണ്ട് പല സിനിമകൾ. ഈ മമ്മൂക്കയുടെ തന്നെ ഒരു ചിത്രത്തിൻ്റെ പല വിഷ്വലും കാണിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. നല്ല സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സത്യസന്ധമായി പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു.